മുൻ മന്ത്രിയും നിയമസഭാ സ്പീക്കറുമായിരുന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് പി തങ്കച്ചൻ അന്തരിച്ചു. 86 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ആലുവയിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് വൈകിട്ട് 4:30 അന്ത്യം. KPCC പ്രസിഡന്റായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. മുൻ മന്ത്രിയും മുസ്ലിം ലീഗ് നേതാവും കൊടുവള്ളി MLAയുമായ ഡോക്ടർ MK മുനീറിന് ഹൃദയാഘാതം. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് അദ്ദേഹം. പൊട്ടാസ്യത്തിന്റെ അളവ് അപകടകരമായ രീതിയിൽ താഴ്ന്നതിന് പിന്നാലെ അദ്ദേഹത്തിന് ഹൃദയാഘാതം ഉണ്ടാവുകയായിരുന്നുവെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ഇസ്രയേൽ ആക്രമണ പശ്ചാത്തലത്തിൽ അടിയന്തര അറബ് ഇസ്ലാമിക് ഉച്ചകോടിയുമായി ഖത്തർ. വരുന്ന ഞായർ തിങ്കൾ ദിവസങ്ങളിലാണ് ഉച്ചകോടി നടക്കുക. മധ്യസ്ഥ ചർച്ചകൾക്കായി ഖത്തറിലെത്തിയ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് കഴിഞ്ഞ ദിവസമായിരുന്നു ഇസ്രയേൽ ആക്രമണം നടത്തിയത്. കാസർഗോഡ് മൊഗ്രാൽ പുത്തൂരിൽ ദേശീയപാതയിലെ വഴിവിളക്കിന്റെ അറ്റകുറ്റപ്പണിക്കിടെ ക്രെയിനിന്റെ മുകളിലെ ബക്കറ്റ് സീറ്റ് പൊട്ടിവീണ് തൊഴിലാളികളായ 2 യുവാക്കൾ മരിച്ചു. മണിയൂർ പാലയാട് സ്വദേശി KK അശ്വിൻ ബാബു, SR അക്ഷയ് എന്നിവരാണ് മരിച്ചത്.